ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവയും നേന്ത്രപ്പഴവും കൊണ്ട് നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വറുത്ത റവയാണ് ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയായിരുന്നാലും വറുക്കാത്ത റവയായിരുന്നാലും നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ കളറൊന്നും ചേഞ്ച് ആയി വരേണ്ട ആവശ്യമില്ല. നമുക്ക് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. ഈ പലഹാരത്തിന് റവ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. സാധാരണ റവ പൊടിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചൂടാക്കി പൊടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നൈസായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം വരെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പകുതി ചൂടോടുകൂടി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്ത റവയുടെ കറക്റ്റ് പരുവം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ റവ പൊടിച്ചെടുക്കുന്നതിനേക്കാളും ഒന്നുകൂടി നന്നായിട്ട് നൈസായിട്ടാണ് ഇവിടെ പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. റവ പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 രൂപയുടെ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരം നല്ല അത്യാവശ്യത്തിന് മധുരമുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ മുട്ട മാത്രം വെച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുകൂടെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു റവയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു യെല്ലോ കളർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു കളറും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു മിക്സ് തന്നെ കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ ഞാനിവിടെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇതുപോലെ സ്പാച്ച് വെച്ചിട്ടൊന്ന് കോരി കാണിച്ചു തരാം. ഇത് ഈ ഒരു പരുവത്തിലാണ് റെഡിയായി കിട്ടേണ്ടത്. ഇനി ഈ മാവ് മുഴുവനായിട്ടും ഞാനൊരു പൈപ്പിൻ ബാഗിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കഴിക്കാനാണെങ്കിലും നല്ല പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് കിട്ടും. എണ്ണ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത്. ഈ ഒരു പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകം വേവയില്ല. ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എപ്പോഴും ഒരേ രീതിയിൽ ചെയ്തെടുക്കാതെ ഇതുപോലെയൊക്കെ ഒരു വെറൈറ്റി ഷേപ്പിലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നി നല്ലപോലെ കഴിക്കും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം സൈഡ് ഭാഗവും ഉൾഭാഗവും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം റെഡിയായി കിട്ടി.
റവയും നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.